അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ യാത്ര തുടരുകയാണ്. മറ്റൊരു സ്ഥാനാർത്ഥി നമ്മളെ കാലത്ത് ഇവിടെയുണ്ട്, നമ്മുടെ ജേട്ടൻ. അല്ലേ? അതിനു മുമ്പ് നമുക്ക് കുറച്ചധികം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പൂക്കളെ കുറിച്ചൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഇത് ഏത് പൂവാണെന്നറിയാമോ? ഇതറിയാതെയാണോ ഇത് ഫോട്ടോ എടുക്കുന്നത്? ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. അയ്യോ, കൊടകപ്പാല. കൊടകപ്പാല എന്ന് പറയുന്ന പൂവാണ് കേട്ടോ. നല്ല മണമുണ്ട്. എവിടുന്നാ വരുന്നത്? തൃശ്ശൂര്. ആര് ജയിക്കും തൃശ്ശൂര്? സർക്കാർ മാറണമെന്നൊരു അഭിപ്രായമുണ്ടോ? ഇല്ല. സർക്കാർ തുടരുന്നതാണോ ആഗ്രഹം? സർക്കാർ മാറുന്ന BJP തൃശ്ശൂരില് MP സുരേഷ് ഗോപി. അല്ല, ഇവിടെ കേരള സർക്കാർ മാറണോ, പിണറായി സർക്കാർ മാറണമെന്നൊരു അഭിപ്രായമുണ്ടോ? ആവട്ടെ, ആരെങ്കിലും ആവട്ടെ എന്നുള്ളതാണ്. ഓക്കെ. ഈ സ്ഥലം കാണാനൊക്കെ എത്തിയതാണോ? മക്കള് അല്ല, കുടുംബമായിട്ട് എത്തിയതാണോ? ഫാമിലി ആയിട്ട് എത്തിയതാണോ? തൃശ്ശൂരിൽ നിന്ന് വന്നാണോ? അത് ശരി. മിടിക്കണാണല്ലോ മക്കള് രണ്ടുപേരും. അമ്മ നമസ്കാരം. അമ്മ ഞാൻ പെട്ടെന്ന് കണ്ടില്ല. നമസ്കാരം. എവിടെ? തൃശ്ശൂരാ? തൃശ്ശൂർ എവിടെ? തൃശ്ശൂരിന്ന് കുറച്ചും കൂടി പോണ ചാലക്കുടിയും ഏതാണ്? കൊടകരയാണോ? അവിടെ സ്ഥാനാർത്ഥിയാര്? അവിടെ സ്ഥാനാർത്ഥി ആശയാണ് അല്ലേ? ആശ മെമ്പർ ആശയാണ്. ഓക്കെ. സർക്കാർ മാറണമെന്നൊരു അഭിപ്രായമുണ്ടോ? മാറട്ടെ. മാറിയില്ലേ മാറണ്ട. അത്രേ ഉള്ളൂ. ഭരിച്ചാലും നമുക്ക്. ഓക്കെ. പൊതുവേ നമ്മുടെ മലയാളികളൊക്കെ ഇങ്ങനെ നമ്മളൊരു രാഷ്ട്രീയം ചോദിക്കുമ്പോൾ പറയുന്ന കാര്യം, നമ്മൾ പണിക്ക് പോയാൽ നമുക്ക് ആര് ഭരിച്ചാൽ എന്താ എന്ന് ചോദിക്കുന്നേ. അപ്പൊ ശരി, സ്ഥലമൊക്കെ കണ്ടോ? തിരുവനന്തപുരം പത്തനാപനെ കണ്ട? ആറ്റേലി പോയാ? പഴമങ്ങാടി പോയാ? ഇന്ന് മടങ്ങുവോ? ഇന്ന് പോവും. ഓക്കെ. അപ്പൊ യാത്രയൊക്കെ ചെയ്ത് വന്നതാണ്. മക്കളെ, തിരുവനന്തപുരം ഇഷ്ടായ? എന്താ മോന്റെ പേര്? മോളുടെ പേരോ? പാർവതി. എന്താ ചെയ്യുന്നത് ചേട്ടൻ? ഞാൻ എയർടെല് വർക്ക് ചെയ്യുന്നു. എന്താ മൊത്തത്തിലൊരു അവസ്ഥ തൃശ്ശൂര് ഇപ്പൊ മാറ്റണ്ടല്ലോ? ആണോ? എപ്പോ വേണമെങ്കിലും മാറ്റാലോ? എപ്പോ വേണമെങ്കിലും മാറും തൃശ്ശൂര് അല്ലേ? ഓക്കെ. സർക്കാർ മാറണമെന്നൊരു അഭിപ്രായമുണ്ടോ? മാറണം. ഓക്കെ. അപ്പോൾ പ്രിയ പ്രേക്ഷകരെ, പല പ്രതികരണങ്ങൾ നമ്മൾ കേട്ടു. നമുക്കൊരു കുഞ്ഞിടവേള എടുക്കാം. സമയം ഇപ്പോൾ 8 മണി.